അപ്പൊ ആ ക്വസ്റ്റ്യനില് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ 55ഉം 80 1/5 ഓഫ് എ റൈറ്റ് ആംഗിൾ. കോംപ്ലിമെന്റ് എന്ന് വെച്ചാല് രണ്ടും കൂടി 90 ഡിഗ്രി വരണം അല്ലെ. അപ്പൊ 80ന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ കോംപ്ലിമെന്റ് ഓഫ് 80 10 degree. 10 ഡിഗ്രി. കോംപ്ലിമെന്റ് 80യുടേത് മിസ്സേ ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. ക്വസ്റ്റ്യൻ തെറ്റിപ്പോയോ? ആ അതെങ്ങനെ? ഞാൻ 18 അല്ല കണ്ട, ഞാൻ 11ഉം 55ഉം കണ്ടേ. 11ഓ? ആ അതെങ്ങനെ 11? അതറിഞ്ഞൂടാ, ഞാൻ മിസ്സിന് അയച്ചു തന്നിട്ടുണ്ട്. ആ ഞാനിപ്പോ നോക്കി, ഞാൻ ഇപ്പഴാ നോക്കി. ഞാൻ ഞാൻ 11 എങ്ങനെയാ 11 കിട്ടിയേ. ഓക്കെ. 80യുടേത് 90 മൈനസ് 80 10. നെക്സ്റ്റ് 55. 55ൻ്റെത് 90 മൈനസ് 55 ഈക്വൽ ടു 35 അല്ലേ? 35. ഇനി 1/5 ഓഫ് റൈറ്റ് ആംഗിൾ. 1/5 ഓഫ് റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 1/5 ഓഫ് എ റൈറ്റ് ആംഗിൾ. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഒരു റൈറ്റ് ആംഗിളിന്റെ 1/5 എത്രയാന്ന് കണ്ടുപിടിക്കണം. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി. 90 ഡിഗ്രിന്റെ 1/5 90 ഇൻറ്റു 1/5 എത്ര വരും? 1 8. 18 അല്ലേ? 18 അല്ലേ? മിസ് 8. 8ഓ? 90 ഡിഗ്രിയുടെ 1/5 എന്ന് പറയുമ്പോൾ 18 അല്ലേ വരിക? സോറി മിസ് 18. 18. ഇനി അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ 90 മൈനസ് 18 ഈക്വൽ ടു 72 അല്ലേ? 72. 1/5 ഓഫ് എ റൈറ്റ് ആംഗിളിന്റെ, അതായത് റൈറ്റ് ആംഗിളിന്റെ 1/5 ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് സപ്ലിമെന്റ് കണ്ടുപിടിക്കാനല്ലേ? സപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ആദ്യത്തത് 120. 120യുടെ സപ്ലിമെന്റ് എത്ര? 180 മൈനസ് 120. സപ്ലിമെന്റ് ഈക്വൽ ടു 60. സപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ആംഗിളിനെ 180യിൽ നിന്ന് മൈനസ് ചെയ്യാം. നെക്സ്റ്റ് 95. 95ന്റെ എത്രയായിരിക്കും? 180 minus 95 equal 85. 85 ആണോ? Equal 85. 85. അടുത്തത് 4/5 ഓഫ് എ റൈറ്റ് ആംഗിൾ. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റൈറ്റ് ആംഗിളിന്റെ 4/5 എത്രയാണ്? 90 degree. 90 into 4 90 degree into 4/5 equal to എത്രയാ? 18 into 4 32. 18 4 72 അല്ലേ? 72 അല്ലേ? അതെ, 4/5 72. ഇനി അതിന്റെ സപ്ലിമെന്റ് എന്ന് പറയുമ്പോ 180 മൈനസ് 72. 180 മൈനസ് 72 എത്ര കിട്ടും? 108. ഇങ്ങനെയാണ് സപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ഇതിനകത്ത് കാര്യമായിട്ട് പറയാനുള്ളത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് പറഞ്ഞു,
സപ്ലിമെന്റ് പറഞ്ഞു. ഇതിൽ പിന്നെ വരുന്നത് കുറെ വേരിയബിൾസ് വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള കുറെ പ്രോബ്ലംസ് ആണ്. പേജ് നമ്പർ 110 എക്സാമ്പിൾ 3 കണ്ടോ? Find the measure of an angle if it is 14 less than 3 times its complement. Find the measure of an angle if it is 14 less than 3 times its complement. അങ്ങനെ പറയുമ്പോൾ find the measurement of an angle എന്ന് പറയുമ്പോൾ ആ ആംഗിളിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കണം. ആംഗിളിന്റെ മെഷർമെന്റ് നമുക്ക് അറിയാത്തതുകൊണ്ട് അത് x ആയിട്ട് എടുക്കാം. x ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പൊ മനസ്സിലായോ നമ്മൾ വേരിയബിൾസിന്റെ ലീനിയർ ഇക്വേഷൻ എന്തിനാ പഠിച്ചേന്ന്? ഇതിൽ കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, ചെയ്തുതരാം. നമ്മൾ അറിയാത്ത ആംഗിളിന്റെ മെഷർമെന്റ് നമ്മൾ എന്തായിട്ട് എടുത്തു? കൺസിഡർ ചെയ്തു, എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ലെറ്റ് ദ റിക്വയർഡ് ആംഗിൾ ബി എക്സ്. തന്നിരിക്കുന്ന ആംഗിൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എത്രയായിരിക്കും? കോംപ്ലിമെന്റ് ഈക്വൽ ടു, കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 90യിൽ നിന്ന് തന്നിരിക്കുന്ന ആംഗിൾ മൈനസ് ചെയ്യുന്നത്, 90 മൈനസ് എക്സ് ആയിരിക്കും അതിന്റെ കോംപ്ലിമെന്റ്. നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ എക്സ്, ഇനി അതിന്റെ കോംപ്ലിമെന്റ് 90 മൈനസ് എക്സ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനില്? ഇഫ് ഇറ്റ് ഈസ് 14 degree less than 3 times its complement. ആ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് തന്നിരിക്കുന്ന ആംഗിൾ എക്സ്, ആംഗിൾ എക്സ് എന്ന് പറയുന്നത് അതിന്റെ കോംപ്ലിമെന്റിന്റെ 3 ടൈംസിനേക്കാളും 14 കുറവാണ്. അതായത് അതിന്റെ കോംപ്ലിമെന്റ് into 3, കോംപ്ലിമെന്റ് into 3. കോംപ്ലിമെന്റിന്റെ 3 ടൈംസിനേക്കാളും 14 ഡിഗ്രി കുറവാണ് ആ ആംഗിളിന്റെ മെഷർമെന്റ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു കോംപ്ലിമെന്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 90 മൈനസ് എക്സ് മൈനസ് 14. അതായത് തന്നിരിക്കുന്ന ആംഗിളിന്റെ കോംപ്ലിമെന്റിന്റെ 3 മടങ്ങിനേക്കാൾ 14 ഡിഗ്രി കുറവാണ് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ, നമുക്ക് കണ്ടുപിടിക്കുന്ന ആംഗിളിന്റെ മെഷർമെന്റ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 90 മൈനസ് എക്സ്. 90 മൈനസ് എക്സ് ആണ് അതിന്റെ കോംപ്ലിമെന്റ്, മൈനസ് 14. ഇനി ഈ ഇക്വേഷന് നമ്മൾ സോൾവ് ചെയ്യുന്നു. ഇക്വേഷന് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 3യെ 90നെ കൊണ്ടും എക്സിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 90 മൈനസ് എക്സ് ബ്രാക്കറ്റിലല്ലേ ഉള്ളത്, അതുകൊണ്ട് 3 ഇൻറ്റു 90 മൈനസ് 3 ഇൻറ്റു എക്സ്. 3 ഇൻറ്റു 90 മൈനസ് 3 ഇൻറ്റു എക്സ്. മൈനസ് 40. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 90 എത്രയാ, 270 മൈനസ് 3 ഇൻറ്റു എക്സ് 3x മൈനസ്
മൈനസ് 14. 14 അവിടെ നേരത്തെ ഓൾറെഡി ഉള്ളതാണ്, അതുകൊണ്ട് മൈനസ് 14. സോ എക്സ് ഈസ് ഈക്വൽ ടു 270 മൈനസ് 14 എത്രയാ? അതായത് ഇതിലെ എക്സ് ഇല്ലാത്ത ടേംസ് എല്ലാം സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യാം. എക്സ് ഉള്ളത് അങ്ങനെ തന്നെ വെക്കാം. എക്സ് ഇല്ലാത്തത് ഇവിടെ 270 14. 270 ഇവിടെ 14ന്റെ കൂടെ മൈനസ് സൈൻ ഉണ്ടായതുകൊണ്ട് 270 മൈനസ് 40. 6 5 2 256. പിന്നെ അവിടെ ബാക്കിയുള്ള മൈനസ് 3x. ഇനി എന്ത് ചെയ്യണം? എക്സ് ഉള്ള ടേംസ് ഒക്കെ ഒരു ഭാഗത്താക്കണം, എക്സ് ഇല്ലാത്ത ടേംസ് ഒക്കെ അതേ ഭാഗത്ത് തന്നെ വെക്കണം. ഇനി ഇവിടെ LHSൽ എക്സ് ഓൾറെഡി ഉണ്ട്, എക്സ്. പിന്നെ RHSലെ മൈനസ് 3x LHSലേക്ക് വരുമ്പോ പ്ലസ് 3x ആവും. LHSൽ ഓൾറെഡി ഉള്ള ഒരു എക്സും RHSലുള്ള മൈനസ് 3x LHSലേക്ക് വരുമ്പോ പ്ലസ് 3x ആവും. സോ എക്സ് പ്ലസ് 3x ഇസ് ഈക്വൽ ടു 256. എക്സ് പ്ലസ് 3x എന്ന് പറയുമ്പോ ഒരു എക്സും 3x കൂടിയാൽ എത്രയാവും? 4x. 4x is equal to 256. So x is equal to 256 divided by 4. ഇവിടെ 4 into x ആണ്, അതുകൊണ്ട് അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ 256 divided by 4 ആവും. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? x is equal to 64. ഇത്രയും ചെയ്താലാണ് എക്സിന്റെ വാല്യൂ കിട്ടുന്നത്. സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി. അതായത് LHSും RHSും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതും ബ്രാക്കറ്റിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷനും പിന്നെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് കറക്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാനും കിട്ടിയാൽ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മിസ്, ഇത് കോംപ്ലിമെന്റ് അല്ലേ വന്നേ? അപ്പൊ സപ്ലിമെന്റ് വന്നാലോ? സപ്ലിമെന്റ് വന്നാല് 90 മൈനസ് എക്സിന് പകരം 180 മൈനസ് എക്സ് എടുക്കാം. Then the അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? The supplement of an angle is 1/8 of itself. Determine the angle and its supplement. ഒരു ആംഗിളിന്റെ സപ്ലിമെന്റ് അതേ ആംഗിളിന്റെ 1/8 ആണ്. 1/8 എന്ന് പറഞ്ഞാല് 1/8. ഓക്കെ, സപ്ലിമെന്റ് എന്ന് പറയുന്നത് ഗിവൺ ആംഗിളിന്റെ 1/8 ആണ്. എന്നാല് അതിന്റെ ആംഗിളിന്റെ മെഷർമെന്റും സപ്ലിമെന്റിന്റെ മെഷർമെന്റും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാ? The supplement of an angle is 1/8 of itself. Determine the angle and its supplement. ഒരു ആംഗിളിന്റെ സപ്ലിമെന്റ് എന്ന് പറയുന്നത് ആ ആംഗിളിന്റെ മെഷർമെന്റിന്റെ 1/8 ഭാഗമാണ്. ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ഇക്വേഷൻ ഉണ്ടാക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. തന്നിരിക്കുന്ന ആംഗിൾ നമുക്ക് എങ്ങനെ എടുക്കാം? ആംഗിളിന്റെ മെഷർമെന്റ് അറിയാത്തതുകൊണ്ട് ആംഗിൾ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. ഇനി അതിന്റെ സപ്ലിമെന്റ് ആയതുകൊണ്ട് എങ്ങനെ വേണം എടുക്കാൻ? 180 മൈനസ് എക്സ്. 180 മൈനസ് എക്സ് ആയിരിക്കും അതിന്റെ സപ്ലിമെന്റ്. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്?
supplement എന്ന് പറയുന്നത് supplement of the angle is equal to supplement of the angle is equal to 1/8 of the angle. 1/8 of the angle. ഇനി തന്നിരിക്കുന്ന നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന ആംഗിളും സപ്ലിമെന്റും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സപ്ലിമെന്റ് എത്രയാ? 180 minus x. Supplement is equal to 1/8 of the angle. 1/8 into x. 1/8 into x. ഇനി ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? 180 minus x is equal to 1/8 into x. അതായത് 180 minus x is equal to 1/8 into x എന്ന് പറഞ്ഞാൽ x/8. ഇനി ഈ by 8നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. by 8നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? into 8 ആവും അല്ലേ? by 8നെ ഡിവൈഡഡ് ബൈ 8നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ into 8 ആവും. into 8 എന്ന് പറയുമ്പോൾ 180 മൈനസ് എക്സ്, ആ മുഴുവൻ ടേമിനെയാണ് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈക്വൽ ടു എക്സ്. അതായത് വെറുതെ ഇൻറ്റു 8 നിട്ടാ പോരാ, 180 മൈനസ് എക്സ്, ഇവിടെ ഇല്ല LHSലുള്ള മുഴുവൻ ടേമിനെയാണ് നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 180നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എക്സിനെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 180നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1440 എന്ന് കിട്ടും. മൈനസ് എക്സിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8x ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. ഇനി ബാക്കി 1440 മൈനസ് 8x ഈക്വൽ ടു എക്സ്. ഇനി എന്ത് ചെയ്യണം? എക്സിനെ എല്ലാം ഒരു സൈഡിലാക്കണം. ഇവിടെ മൈനസ് 8x ഉണ്ട്, അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് 8x ആവും. അപ്പോൾ 1440 ഈക്വൽ ടു എക്സ് 9x പ്ലസ് 8x, 9x വരും. 1440 ഈക്വൽ ടു 9x. അപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങനെ കിട്ടും? 9നെ പുറത്തോട്ട് കൊണ്ടുവന്നാൽ 1440 divided by 9 equal to x. 1440നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? എത്ര കിട്ടും? 160. So x equal to 160. ആംഗിളിന്റെ മെഷർമെന്റ് 160 എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ സപ്ലിമെന്റ് എത്രയായിരിക്കും? 180 minus 160. 180 minus 160 equal 20. Equal to 20. For x ന്റെ വാല്യൂ, ആംഗിളിന്റെ വാല്യൂ 120, സപ്ലിമെന്റിന്റെ വാല്യൂ 20. അത് നോക്കിയേ, നമുക്ക് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണോ എന്ന്? സപ്ലിമെന്റ് ആംഗിളിന്റെ വാല്യൂന്റെ 1/8 ആണ് അല്ലെ? ആംഗിളിന്റെ വാല്യൂ 160 ആണ്, അതിന്റെ 1/8 ആണ് സപ്ലിമെന്റിന്റെ വാല്യൂ 20 അല്ലേ?
ഇങ്ങനെയാണ് നമ്മൾ ആംഗിളിന്റെ കണക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? ഇൻഡിജേഴ്സ്, പിന്നെ അപ്പൊ അതൊക്കെ ചെറിയത്, അതൊക്കെ ചെറുതല്ലേ. ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, പിന്നെ സിമ്പിൾ ഇക്വേഷൻ, ഇതൊക്കെ ബാക്കിയുള്ള അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ തുടക്കമായിട്ടാണ് അത് പഠിച്ചത്. അതായത് ഇപ്പൊ കണ്ടില്ലേ, ലീനിയർ ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി അതേപോലെ ചിലപ്പം മൈനസും പ്ലസും ഒക്കെ വരുമ്പോൾ നമുക്ക് ഇൻഡിജേഴ്സിൻ്റെ അപ്ലൈ ചെയ്യേണ്ടി വരും, ഡെസിമൽ അപ്ലൈ ചെയ്യേണ്ടി വരും, ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ പഠിച്ചത് ഇത് പഠിക്കാനുള്ള ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ചെറുത്, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട് അറിയെങ്കിൽ മാത്രമേ ഇതിലൊക്കെ ഇനി ബാക്കി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചേ ഉണ്ടാവും. അതിന്റെ തിയറി പോർഷൻസ് കുറച്ചേ ഉണ്ടാവും. അതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ബാക്കി ഇൻഡിജേഴ്സും ഡെസിമൽസും ഈ ലീനിയർ ഇക്വേഷനും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ബാക്കി വരുന്നതിന്റെ പ്രോബ്ലം ചെയ്യാൻ. അതുകൊണ്ടാണ് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതിലെല്ലാം ലീനിയർ ഇക്വേഷനാ വരുന്നത്, സിമ്പിൾ ഇക്വേഷൻസാ വരുന്നത്. എല്ലാ പ്രോബ്ലവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കിയാൽ മതി. എല്ലാം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്തോ ക്വസ്റ്റ്യൻ തരൂ, ചെയ്യാൻ വേണോ? ഒരു കാര്യം ചെയ്യാൻ വേണം. ഒരു ക്ലാസ്സും കൂടെ ഇല്ലേ ഹോംവർക്ക് ആയിട്ട്? ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരാം. എക്സൈസ് 8 ഇല്ലേ, പേജ് നമ്പർ 113. അതില് 6ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? അല്ലെങ്കിൽ വേണ്ട, 4ാമത്തെ ക്വസ്റ്റ്യൻ. If the angles 4x plus 4 and 6x minus 4 are complementary angles, find x. രണ്ട് ആംഗിൾസിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. If the angles 4x plus 4 and 6x minus 4 are complementary angles, find x. അത് കണ്ടുപിടിക്കാനുള്ള ഹിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ടിന്റെയും സം 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടണം. 4x plus 4 plus 6x minus 4 is equal to 90 ഡിഗ്രി. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. രണ്ട് ടേമിൽ രണ്ടെണ്ണം എക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ഒന്നിച്ച് ആഡ് ചെയ്യാം. 4xും 6xും ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 4 plus 6 10x എന്ന് വരും. അത്രയും പറഞ്ഞു തന്നു. ഇനി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ ആ രണ്ട് ആംഗിൾസിന്റെ മെഷർമെന്റ്. ചെയ്യാൻ പറ്റുമോ? അത് ചെയ്തു തരണോ? ഇതൊന്ന് ചെയ്തു തരാം. എന്നിട്ട് അതിന് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോ. രണ്ട് ആംഗിൾസിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെ? 4x plus 4 and 6x minus 4. 6x minus 4. ഇത് രണ്ടും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് അല്ലേ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം. 4x plus 4 അതിനോടുകൂടി അതിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആയ 6x minus 4 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6x
മൈനസ് 4 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 90 കിട്ടണം. ഇനി ഇതില് എക്സ് വരുന്ന രണ്ട് ടേം ഉണ്ട്, 4x ഉണ്ട് 6x ഉണ്ട്. അത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. 4xും 6xും ആഡ് ചെയ്യുമ്പോൾ 10x എന്ന് കിട്ടും. 10x പ്ലസ് 4, 10x പ്ലസ് 4, പിന്നെ അവിടെ ഒരു മൈനസ് 4 കൂടി ഉണ്ട്. 10x പ്ലസ് 4 മൈനസ് 4 is equal to 90 degree. Is equal to 90 degree. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, പ്ലസ് 4 ഉണ്ട് മൈനസ് 4 ഉണ്ട്. പ്ലസ് 4 മൈനസ് 4 എത്രയാ? 4ൽ നിന്നും 4 മൈനസ് ചെയ്താൽ എത്രയാ? 0 അല്ലേ? പ്ലസ് 4ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 0 ആണ് വരിക. അപ്പൊ ഇവിടെ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 10x. 10x is equal to 90 degree എന്ന് കിട്ടി. ഒരേ സൈഡിൽ തന്നെ ഒരേ നമ്പർ ഓപ്പോസിറ്റ് സൈൻസ് വരുന്നുണ്ടെങ്കിൽ അത് രണ്ടും 0 ആയിട്ട് ക്യാൻസൽ ആയി പോകും. പ്ലസ് 4 ഉണ്ട് മൈനസ് 4 ഉണ്ട്. എന്നാൽ ഈക്വൽ സൈഡിന്റെ അപ്പുറം ഇപ്പുറം ആണെങ്കിൽ ക്യാൻസൽ ആവില്ല. ഈക്വൽ സൈഡിന്റെ RHS സൈഡിൽ തന്നെ അല്ലെങ്കിൽ LHS സൈഡിൽ തന്നെ ഒരേ നമ്പർ ഒരേ ഡിജിറ്റ് രണ്ട് സൈനും വന്നിട്ടുണ്ടെങ്കിൽ, പ്ലസ് സൈനും മൈനസ് സൈനും വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, 0 ആയിട്ട് പോകും. അങ്ങനെയാണ് ഇവിടെ പ്ലസ് 4ഉം മൈനസ് 4ഉം ക്യാൻസൽ ആയി പോയത്. ബാക്കി നമുക്ക് വരുന്നത് 10x ഈക്വൽ ടു 90. ഇനി അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ. x ഈസ് ഈക്വൽ ടു 90 divided by 10. X is equal to 9. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇത്രേ കണ്ടുപിടിക്കാനുള്ളൂ. എക്സിന്റെ വാല്യൂ ഇത്രേ ഉള്ളൂ. എന്തോ അടുത്ത ക്വസ്റ്റ്യൻ സപ്ലിമെന്റ് അല്ലേ? അപ്പൊ 180 അല്ലേ? ആ, അപ്പൊ ഇവിടെ 90ക്ക് പകരം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 എന്ന് വരും. ഇത്രേ ഉള്ളൂ. ഇതൊന്നും വേണമെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുത്തു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഹിന്റ് ആയിട്ട്. ഇതുപോലെ തന്നെ അടുത്തതും ചെയ്യണ്ടേ. 90ക്ക് പകരം 180 വരുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചു, ഈ പേജ് ഒന്ന് സേവ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഈ ക്ലാസ് കഴിഞ്ഞ് വേറൊരു ക്ലാസ്സും കൂടി ഇല്ല, അപ്പോഴത്തേനും എഴുതിയാൽ മതിയില്ലേ? ആ, അപ്പോഴത്തേക്ക് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അത് ചെയ്തു വെച്ചോ. ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഒന്ന് പെട്ടെന്ന് ഇപ്പൊ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ.